ഇപ്പോൾ ഈ നിപ രോഗബാധിതനെ ചികിത്സിച്ച കോഴിക്കോട് മിംസിലെ ഡോക്ടർ അനൂപ് കുമാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ക്വാറന്റൈനിലാണ് ഉള്ളത്. സൂം സംവിധാനത്തിലൂടെയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയും ചെയ്യുന്നത്. ഡോക്ടർ അനൂപ്, നമുക്കറിയാം കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ ഇതിനു മുൻപും നിപ രോഗബാധയുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ച യുവാവുമായുള്ള സമ്പർക്കം എത്രത്തോളം വിപുലമായിരിക്കും എന്നുള്ളതാണ് അങ്ങ് വിചാരിക്കുന്നത്? എപ്പോഴാണ് അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി അവിടെ എത്തിയത്? ഇല്ല, ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല ഈ സമ്പർക്ക പട്ടിക വലിയ വിപുലമായിരിക്കും എന്നുള്ളത്. കാരണം ഇദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായ ശേഷം ആദ്യം 30-ാം തീയതി രോഗലക്ഷണം വരുന്നു. 1-ാം തീയതി മാത്രമാണ് അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. കുറച്ച് സമയം മാത്രം അവിടെ ചികിത്സ തേടിയ ശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം അധിക ദിവസമൊന്നും പുറത്തേക്ക് പോയിട്ടില്ല. അതിനുശേഷം 8-ാം തീയതി മുതലാണ് അദ്ദേഹം ഫറൂഖിലുള്ള ഒരു ആശുപത്രിയിലും പിന്നീട് കോഴിക്കോടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോണ്ടാക്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനേക്കാൾ ഉപരി ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന മറ്റൊരു വ്യത്യാസം, സാധാരണ നമ്മൾ ഇത്രയും കാലത്ത് കണ്ട കേസുകളൊക്കെ തന്നെ, ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 10-ലധികം രോഗികളെ ഇതുവരെ ചികിത്സിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ സംശയിക്കുന്നത് രോഗി പനി, ശ്വാസതടസ്സം, അതിന്റെ കൂടെ ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്ന സമയത്താണ്. എന്നാൽ ഈ പ്രാവശ്യം രോഗിക്ക് പനി വളരെ തുടക്കത്തെ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് പനി തുടരുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു നിപ്പയാണെന്നുള്ള സംശയം ഉണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പനി വരുന്ന സമയത്താണ് നമുക്ക് ഈ പനി, അതിന്റെ കൂടെ ശ്വാസതടസ്സം, ഈ തലച്ചോറിനെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ, ഇത് മൂന്നും കൂടെ വരുന്ന സമയത്താണ് നമുക്ക് സംശയം വരാറുള്ളത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ രോഗവ്യാപനം കൂടുതൽ വരുന്നത് എപ്പോഴും രോഗിക്ക് ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ കാണിക്കുകയും തുമ്മുക, ചുമയ്ക്കുക, അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുകയും ചെയ്ത രോഗിയിലൂടെയാണ് നമ്മുടെ മുൻ അനുഭവങ്ങളിലൊക്കെ രോഗവ്യാപനം നടന്നിരിക്കുന്നത്. ഈ രോഗിക്ക് അത്തരം സിംറ്റംസ് ഒന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു വ്യാപനം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ അനൂപ്? ഇദ്ദേഹത്തിന് ആദ്യം പനിയായിരുന്നു ഉണ്ടായിരുന്നത്. പനിയും അസഹ്യമായ ക്ഷീണമാണ് അനുഭവപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം ഈ പനി ഒരു ദിവസത്തിന് ശേഷം വിട്ടുമാറുകയും പിന്നീട് ക്ഷീണം കാരണം അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പിന്നീട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സംസാരത്തിലൊക്കെ ചെറിയ വിക്കലും അല്ലെങ്കിൽ നമ്മൾ ഡിസാർത്രിയ എന്ന് പറയും, സംസാരിക്കുന്നത് വ്യക്തതയില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് വീട്ടുകാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ അദ്ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സംസാരത്തിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. പിന്നീട് ആശുപത്രിയിലും അതുപോലെ മിംസിലും എത്തുമ്പോൾ OPയിൽ നിന്നാണല്ലോ ഡോക്ടറെ കാണുന്നത്. മാത്രമല്ല ഈ സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നും പറയുന്നു. അവിടങ്ങളിലൊക്കെ ഈ സമ്പർക്കത്തിനുള്ള സാധ്യത കുറവ് തന്നെയാണോ? ഇതിനകത്ത് അത്തരത്തിൽ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തതയില്ല. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ആ റിപ്പോർട്ടുകൾ കിട്ടിയെന്ന് എനിക്കറിയില്ല. സാധാരണ രീതിയിൽ ICUവിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ എക്കോ റൂമിൽ കൊണ്ടുപോയിട്ടല്ല സ്കാൻ ചെയ്യുക. നമ്മൾ അവിടെ ബെഡ് സൈഡ് തന്നെയാണ് സാധാരണ അസസ്മെന്റ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്കോവിന് കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് രോഗവ്യാപനം നടക്കുക ആ രീതിയിലുള്ള സാധ്യത ഇല്ല, ആ രീതിയിൽ നടന്നിട്ടില്ല. രണ്ടാമത് MRI സ്കാൻ ചെയ്യുന്ന സമയത്ത് രോഗിയെ സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ ഈ രോഗിയുടെ കാര്യത്തിൽ രോഗിയെ MRI വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ച ശേഷമാണ് MRI സ്കാനിങ്ങിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വെന്റിലേറ്ററിലേക്ക്, ഞാനത് പറയാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെന്റിലേറ്ററിലേക്ക് നമ്മൾ രോഗിയെ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ വായു, അതിനെ നമ്മളൊരു ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഫിൽട്ടർ ഉപയോഗിക്കും, HME ഫിൽട്ടർ എന്ന് പറയും. അപ്പൊ ആ രീതിയിൽ വലിയ രീതിയിലേക്കുള്ള ഈ അണുബാധ അല്ലെങ്കിൽ ഈ വൈറസ് പുറത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യത കുറവാണ്. 2018 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സ്കാനിങ് നടന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇപ്പോഴും ഈ സ്കാനിങ്ങിനെ പറ്റി പേടിക്കുന്നത്. അന്ന് രോഗി വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നില്ല എന്നൊക്കെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. രോഗി ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ രീതിയിൽ കുറെ സമയം ആ വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന സമയത്താണ് രോഗവ്യാപനം നടക്കുന്നത്. അല്ലാതെ ഒരു വെന്റിലേറ്ററിലേക്ക് മാറ്റി എല്ലാ പ്രിക്കോഷനും എടുത്ത് സ്കാനിങ്ങിന് കൊണ്ടുപോകുന്ന ഒരു രോഗിയിൽ നിന്ന് വലിയ രീതിയിലേക്കുള്ള രോഗവ്യാപനം നടക്കില്ല. രണ്ടാമത്, നമ്മൾ സാധാരണ ഈ സ്രവത്തിലൊക്കെ നമ്മൾ ഇപ്രാവശ്യം പരിശോധിച്ചപ്പോൾ ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വൈറസിന്റെ അളവ് വളരെ കുറവാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു രോഗലക്ഷണം തുടങ്ങി ഏകദേശം ഒരു 2-ാമത്തെ ആഴ്ചയുടെ അവസാനം എത്തുന്നതുകൊണ്ടായിരിക്കാം.
അപ്പൊ ഈ വൈറസിന്റെ അളവ് ഈ സ്രവങ്ങൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ റെസ്പിറേറ്ററി സെക്രീഷൻസിൽ വളരെ കുറവുള്ള സമയത്തും വലിയ രീതിയിലേക്കുള്ള ഒരു രോഗവ്യാപനം നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഈ പ്രാഥമിക രോഗിയുടെ ആരോഗ്യാവസ്ഥ നിലവിൽ എങ്ങനെയാണെന്നാണ് ഡോക്ടർ അങ്ങേക്ക് വ്യക്തിപരമായി അറിയാവുന്നത്? ഞാൻ രാവിലെയും ചികിത്സിക്കുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വെന്റിലേറ്ററിലാണ്. ബാക്കി അവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും തൃപ്തികരമാണ്. പക്ഷെ നമുക്ക് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലേക്കാണ് റിക്കവറി വരിക, എത്ര കണ്ട് അത് റിക്കവറിക്കുള്ള സാധ്യതയുണ്ടെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ഈ രോഗിയുടെ ഈ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ, ബോധത്തിന്റെ അവസ്ഥ, ഇതൊക്കെ എത്ര കണ്ട് തിരിച്ചു വരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്കത് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. ശരി ഡോക്ടർ അനൂപ്, വളരെയധികം നന്ദി. എന്തായാലും അങ്ങ് ക്വാറന്റീനിലാണ്, സുരക്ഷിതരായിരിക്കുക. ഞങ്ങൾ വീണ്ടും വിവരങ്ങൾക്ക് വേണ്ടി വിളിക്കുകയും ചെയ്യും ബുദ്ധിമുട്ടില്ല എങ്കിൽ. വളരെയധികം നന്ദി ഞങ്ങളോട് ചേർന്നതിന്.